നിങ്ങൾക്ക് ഏത് ലൈഫാണ് വേണ്ടത്? ബിസിനസ് ലൈഫ് വേണോ, പേഴ്സണൽ ലൈഫ് വേണോ? ഈ ചോദ്യം ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഒത്തിരി സംരംഭകർ അവർ മനസ്സ് തുറക്കുന്ന സമയത്ത് അവർ പറയാറുള്ളൊരു കാര്യമാണ്, എൻ്റെ വീട്ടിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന് ഈ ചോദ്യം ഞാൻ നേരിട്ടിട്ടുണ്ട്. ബിസിനസ് വേണോ, ഫാമിലി വേണോ? പ്രിയപ്പെട്ടവരെ, ബിസിനസ് വേണോ, ഫാമിലി വേണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ എപ്പിസോഡ്. ബിസിനസ് ലൈഫും പേഴ്സണൽ ലൈഫും എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക, ബിസിനസ് പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കുറച്ച് ടിപ്സാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെറ്റ് ബൗണ്ടറീസ് എന്നുള്ളതാണ്. കാരണം ബിസിനസ് നമ്മൾക്ക് അത്യാവശ്യമാണ്. നമ്മളുടെ ബിസിനസ്സാണ് നമ്മളുടെ ഉപജീവന മാർഗം. അതിൽ നിന്നാണ് നമ്മളുടെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വരുമാനം ഉണ്ടാവുന്നത്. നമ്മളുടെ നാളേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നിന്നാണ്, നമ്മളുടെ നിലനിൽപ്പ് അതിൽ നിന്നാണ്, എല്ലാം അതിൽ നിന്നാണ്. സ്വാഭാവികമായും ബിസിനസ്സിന് വിട്ടുകളഞ്ഞ് ഒരു സംരംഭകനും ഒരു ബിസിനസ്സുകാരനും മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, നമ്മൾ ഈ രാപ്പകൽ അന്തിയോളം കഷ്ടപ്പെടുന്നത്, പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്? നമ്മൾക്ക് വേണ്ടി എന്ന ഉത്തരത്തോടൊപ്പം അത് നമ്മളുടെ ഫാമിലിക്ക് വേണ്ടി കൂടിയാണ്, അല്ലേ? അപ്പോൾ ഫാമിലി ലൈഫും കൂടെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണ്ടേ? അപ്പോൾ ഫാമിലിയെ കളഞ്ഞ് ബിസിനസ്സോ, ബിസിനസ്സിനെ കളഞ്ഞ് ഫാമിലിയോ ഉണ്ടാക്കിയിട്ടെന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് സെറ്റ് ബൗണ്ടറീസ്. ഇവിടെ നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കണം. ബിസിനസ്സിൻ്റെ ബൗണ്ടറി, ഫാമിലിയുടെ ബൗണ്ടറി. ബിസിനസ്സിലെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു ബിസിനസ് ഓണർ എന്നുള്ളതിലേക്ക്, ഒരു സംരംഭകൻ എന്നുള്ളതിലേക്ക് നിങ്ങൾ ഇടപെടേണ്ടത്, അത് എങ്ങനെ ഇടപെടണം, അത് എവിടെ ഇടപെടണം, ഏത് എക്സ്റ്റെൻറ്റ് വരെ ആവാം, ഇത് കൃത്യമായി ബൗണ്ടറി സെറ്റ് ചെയ്യണം. അങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൗണ്ടറിക്കകത്ത് നിന്ന് ബിസിനസ് കാര്യങ്ങളും, ഫാമിലിക്ക് സെറ്റ് ചെയ്ത ബൗണ്ടറിക്കകത്ത് നിന്ന് ഫാമിലി മാറ്റേഴ്സും നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ബിസിനസ്സിലൊരു കാര്യം നമ്മൾ സെറ്റ് ചെയ്തു, രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഞാൻ ബിസിനസ്സിനാണ് ടൈം കൊടുക്കുന്നത് എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൊരു പക്ഷേ കാര്യം ചെയ്ത് തീർന്നില്ലെങ്കിൽ 5 മണിക്ക് ശേഷമുള്ള സമയത്ത് നമ്മൾ ഈ ബിസിനസ് കാര്യങ്ങൾ വലിച്ചു കൊണ്ടുവരും. ബിസിനസ് കാര്യങ്ങൾ നമ്മളിങ്ങനെ തലയിൽ കൊണ്ടു നടക്കും. അപ്പോൾ വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാലും നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്, ബിസിനസ്സിലായിരിക്കും നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട കോളുകൾ, ഡിസ്കഷൻസ്, മറ്റുള്ള കാര്യങ്ങൾ. സ്വാഭാവികമായി അവിടെ നമ്മളുടെ ഫാമിലിക്ക് നിശ്ചയിക്കപ്പെട്ട, അലോട്ട് ചെയ്യപ്പെട്ട സമയമാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ബൗണ്ടറിക്കകത്ത്, സെറ്റ് ചെയ്ത ബൗണ്ടറിക്കകത്ത് പൂർത്തീകരിക്കുകയും അത് ഫാമിലിക്കകത്ത് അലോട്ട് ചെയ്ത സമയത്തേക്ക്, അല്ലെങ്കിൽ ഫാമിലി മാറ്റേഴ്സിൻ്റെ ഏരിയക്കകത്തേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായി ഈ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത ബൗണ്ടറി, എവിടെയാണ് നമ്മളെ ബിസിനസ് ബൗണ്ടറി, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കുള്ള ബൗണ്ടറി എവിടെയാണ് സെറ്റ് ചെയ്തത്, ഫാമിലി കാര്യങ്ങൾക്കുള്ള ബൗണ്ടറി എവിടെയാണ് സെറ്റ് ചെയ്തത്, ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റാഫിനെ, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ, നമ്മുടെ ക്ലയൻസിനെ അറിയിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ടാസ്കിനെയും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുക എന്ന രീതി മാറ്റുക. സ്റ്റാഫ് ചെയ്യേണ്ടത് സ്റ്റാഫ് ചെയ്യുക, ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യുക, നാളെ ചെയ്യേണ്ടത് നാളെ ചെയ്യുക. എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചെയ്യാതെ കൃത്യമായി ഓരോ ദിവസവും നിങ്ങൾ പ്ലാൻ ചെയ്യുക. അത് ഫാമിലി ലൈഫിനകത്തായാലും അതേപോലെ തന്നെ ബിസിനസ് ലൈഫിനകത്തായാലും എല്ലാം കൂടെ മിക്സ് ചെയ്യാതെ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്യാനും, ടാസ്കുകളെ, ലക്ഷ്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാനും, അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത സാധനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഡെലിഗേറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കിയിട്ട് ബിസിനസ്സിനകത്തായാലും ഫാമിലിക്കകത്തായാലും ഉത്തരവാദിത്തങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനും ശരിയാവാം. അതേപോലെ തന്നെ സെൽഫ് കെയർ എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക എന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ കാര്യങ്ങളിൽ ഫിസിക്കലായിട്ടുള്ള, മെൻ്റലായിട്ടുള്ള, നമ്മളുടെ റിലാക്സേഷന്, നമ്മളുടെ ഒരു ഹെൽത്തി ലൈഫിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഉറങ്ങുന്നതിന് വേണ്ടി, കൃത്യമായ നല്ല രൂപത്തിലുള്ള പോഷക ഗുണപ്രദമായ ആരോഗ്യകരമായ ഭക്ഷണശീലം ഉണ്ടാകുന്നതിന് വേണ്ടി, കൃത്യമായ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ ഒരു ഡിസിപ്ലിൻഡ് മാനർ, ഡിസിപ്ലിൻഡ് ടൈം ഷെഡ്യൂൾ ഉണ്ടായിരിക്കുക. അത് കൃത്യമായി അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വളരെ ആരോഗ്യകരമായ ഒരു സിസ്റ്റം നമ്മളുടെ പേഴ്സണൽ ലൈഫിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പേഴ്സണൽ ടൈം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കൃത്യമായ പേഴ്സണൽ ടൈം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് അസൈൻ ചെയ്യുകയും അത്
കൃത്യമായി നമുക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. പലപ്പോഴും സംരംഭകർക്ക് നഷ്ടമാകുന്നൊരു കാര്യമാണ്. ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ ബിസിനസ്സിലാണ് ഫുൾ ടൈം നിൽക്കുന്നത്. ഫാമിലി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പരാതിയുണ്ട്, നമ്മുടെ ഫാമിലിക്ക് ടൈം കൊടുക്കുന്നില്ല. പക്ഷേ ഇത് രണ്ടും നോക്കിയാൽ ഫാമിലി അംഗങ്ങൾക്ക് ആവശ്യമായ സമയം കിട്ടുന്നില്ല, ബിസിനസ്സിനാണെങ്കിൽ നമ്മളെ പൂർണ്ണമായി കിട്ടുന്നില്ല, നമ്മൾക്ക് തീരെ കിട്ടുന്നില്ല. നമ്മളുടെ ഈ ഹോബീസ്, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള വളരെ അത്യാവശ്യമായ നീഡ്സ് അത് ഡീൽ ചെയ്യാനുള്ള സമയം പോലും നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ള പരിമിതി ഒത്തിരി സംരംഭകർ അനുഭവി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായൊരു പേഴ്സണൽ ടൈം നമ്മൾ ഫിക്സ് ചെയ്യുക, അത് നെഗോഷ്യബിൾ അല്ല എന്ന് തിരിച്ചറിയുക. അവിടെ വിലപേശലുകളില്ല. നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന്, നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള സമയം, വിശ്രമം, റെസ്റ്റ് വേണ്ടിടത്ത് റെസ്റ്റ്, എൻ്റർടൈൻമെൻറ്റ് വേണ്ടിടത്ത് എൻ്റർടൈൻമെൻറ്റ് അത് നൽകാൻ ശ്രമിക്കുക. അത് ഇല്ലെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ഈ രണ്ട് ഏരിയയിലും, ബിസിനസ്സിലും ഫാമിലിക്കകത്തും നമുക്ക് കൃത്യമായൊരു ബാലൻസിങ്ങോട് കൂടി കൊണ്ടുപോകുന്നതിന് കഴിയാതെ പോകും. അതുപോലെ തന്നെ ടെക്നോളജിയെ വളരെ വൈസ്ലി യൂസ് ചെയ്യുക എന്ന് പറയും. അത് ആവശ്യത്തിന് യൂസ് ചെയ്യുക. ഒത്തിരി ടെക്നോളജികളുണ്ട്. അവിടെ നമുക്ക് കലണ്ടർ സിസ്റ്റം ഉപയോഗിക്കാം, ഷെഡ്യൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കാം, അങ്ങനെയുള്ള പല തരത്തിലുള്ള ടാസ്ക് മാനേജർ സിസ്റ്റം ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കൃത്യമായി ഓർഗനൈസ്ഡ് മാനറിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി സമയം അനാവശ്യമായ കാര്യങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ സപ്പോർട്ട് ചോദിക്കേണ്ടടുത്ത് ചോദിക്കാൻ തയ്യാറാവുക. കാരണം നമുക്കൊരു ടെക്നോളജിക്കൽ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിൽ ടെക്നോളജി അറിയുന്ന ഫെലോവേഴ്സിൻ്റെ അടുത്തുനിന്ന്, നമ്മുടെ സംരംഭകര സുഹൃത്തുക്കളുടെ അടുത്ത്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ആ സപ്പോർട്ട് ആവശ്യപ്പെടുക. അങ്ങനെ സപ്പോർട്ട് ആവശ്യപ്പെട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ കഴിയുന്നു. അത് നമുക്ക് നമ്മുടെ പേഴ്സണൽ ടൈമായിട്ടോ, നമ്മുടെ ബിസിനസ് ടൈമായിട്ടോ, ഈവൻ നമ്മുടെ ഫാമിലി ടൈമായിട്ടോ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുക, അതുപോലെ ആവശ്യമായുള്ള ചേഞ്ചസ് വരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യണം. നമ്മൾ എത്ര സമയം ബിസിനസ്സിന് വേണ്ടി ചിലവഴിക്കുന്നു, എത്ര സമയം ഫാമിലിക്ക് വേണ്ടി ചിലവഴിക്കുന്നു, എത്ര സമയം നമ്മൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു, ഇതിനകത്ത് എത്ര ക്വാളിറ്റി ടൈം ഉണ്ട്. സമയം മാത്രമല്ല, ആ സമയത്തിനകത്തെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഒന്നുണ്ട്. അതായത് നമ്മളൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ചിലവഴിക്കുകയാണെങ്കിൽ, ഫാമിലിയുടെ കൂടെ ചിലവഴിക്കുകയാണെങ്കിൽ, അതിൽ ഫാമിലിക്ക് ക്വാളിറ്റേറ്റീവായി കിട്ടുന്ന സമയം എത്രയാണ്. നമ്മളൊരു 3 മണിക്കൂർ വീട്ടിലിരിക്കുന്നുണ്ട്. 3 മണിക്കൂർ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ 1 മണിക്കൂർ ടി വി കാണുന്നു, 1 മണിക്കൂർ നമ്മൾ മൊബൈലിൽ കളിക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്നു, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നു. അരമണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്നു. ബാക്കി അരമണിക്കൂർ നമ്മൾ വീട്ടുകാരുടെ കൂടെ കളിക്കുകയോ ചിരിക്കുകയോ കഥ പറയുകയോ ഒക്കെ ചെയ്യുന്നു. അവിടെ കുടുംബത്തിന് കിട്ടുന്ന ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അവസാനത്തെ അരമണിക്കൂറാണ്. അതുകൊണ്ടാണ് ക്വാളിറ്റി ടൈം എൻഷുർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണെന്ന് എല്ലാ മൈക്രോ സംരംഭകരും മനസ്സിലാക്കുക. നമ്മൾക്ക് ബിസിനസ് വേണം, നമുക്ക് ഫാമിലി വേണം, അതോടൊപ്പം നമ്മുടെ പേഴ്സണൽ ലൈഫും വേണം. ഇതിനെ അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ, കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഉള്ള കഴിവ് നമ്മൾക്ക് സ്വയമേവേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അത്തരം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ടിപ്സാണ് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് ഉപയോഗിക്കുക. കൃത്യമായ ഒരു ഫാമിലി ബിസിനസ് ബാലൻസിങ് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഉറപ്പുവരുത്തുക. അങ്ങനെ ആസ്വാദകരമായ, സംതൃപ്തകരമായ ഒരു ബിസിനസ് ജീവിതം നയിക്കുക. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡിൽ ഒത്തുകൂടാം. ഇപ്പോൾ വൈൻഡിങ് അപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് സുഭാഷ് വിത്ത് യു ഫ്രം റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്.